നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ ഭരണസമിതി. കെ ജയകുമാർ IAS പ്രസിഡന്റായേക്കുമെന്ന് സൂചനകൾ. അന്തിമ തീരുമാനം ഉണ്ടെന്നുണ്ടാകും. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് കെ ജയകുമാറിന്റെ പേര് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം വെല്ലുവിളി എന്നതിനേക്കാൾ വലിയ അവസരമായി കാണുന്നുവെന്നും സീസൺ ഭംഗിയാക്കാനാണ് ആദ്യ പ്രയോറിറ്റിയെന്നും കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേൽക്കണമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ജയകുമാറിന്റെ പ്രതികരണം. വിശ്വാസികളുടെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കണമെന്നും സർക്കാർ തന്നിൽ അർപ്പിച്ച വിശ്വാസവും കാക്കണം എന്നാണ് ജയകുമാർ പ്രതികരിച്ചത്. നാളെയാണ് ഉത്തരവ് എന്നതെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ പോയി ചുമതലയേൽക്കുമെന്നും ജയകുമാർ പ്രതികരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവരെ മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. പുതിയ പ്രസിഡന്റിനെ സർക്കാർ പ്രഖ്യാപിക്കുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വെള്ളിയാഴ്ച അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. ശബരിമല കട്ടളപ്പാളി കേസിലെ 4ാം പ്രതിയാണ് KS ബൈജു. മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. D സുധീഷ് കുമാർ 12ാം തീയതി വരെ SIT കസ്റ്റഡിയിലുള്ളത്. പോറ്റി നവീകരിച്ച് തിരികെ എത്തിച്ച കട്ടളപ്പാളിൽ പരിശോധിച്ച് ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സമരം തുടരാൻ കോൺഗ്രസ് 12-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഞെട്ടിക്കുന്നതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ മതം നോക്കി BJP സ്ഥാനാർത്ഥി പട്ടികയിൽ സംവരണം നൽകാനാണ് തീരുമാനം. ക്രിസ്ത്യൻ വിഭാഗത്തു നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് BJP സർക്കിളിൽ പറയുന്നത്. BJPയുടെ സർക്കിളിനെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ചു. പരാജയഭീതിയിൽ BJP എന്ത് ചെയ്യുമെന്നും എന്നാൽ കേരളത്തിൽ വലിയ വേരോട്ടം ഒരിക്കലും BJPക്ക് ഉണ്ടാവില്ല എന്നും വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കം. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. 14 ജില്ലകളിൽ നിന്നായി 10,000-ഓളം ശാസ്ത്ര പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. ശാസ്ത്രം, ഗണിതം, IT, പ്രവൃത്തി പരിചയം, സാമൂഹ്യശാസ്ത്രം, വെക്കേഷണൽ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. മന്ത്രിമാരായ V ശിവൻകുട്ടി, MP രാജേഷ് എന്നിവർക്കൊപ്പം പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിലും ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത വർഷം മുതൽ ശാസ്ത്രമേളയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകുമെന്നും ശാസ്ത്രമേളയ്ക്ക് വിജയികൾക്ക് നൽകുന്ന ക്യാഷ് പ്രൈസ് ഉയർത്തുന്ന കാര്യം ആലോചിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ 57ാം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം പാലക്കാട് ഗവൺമെന്റ് ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.